നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ലാർജ് ആക്ഷൻ മോഡൽസിനെ കുറിച്ചാണ്. റാബിറ്റ് ANC എന്ന് പറയുന്ന ഒരു AI മോഡലിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഹ്യൂമൻസ് അവരുടെ സ്മാർട്ട് ഫോണുമായിട്ട് ചെയ്യുന്ന അതേ കാര്യങ്ങളെ മിമിക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ റാബിറ്റ് ANCയിൽ നടക്കുന്നത്. ദെൻ അവർക്ക് എന്തെങ്കിലും നമ്മൾ പറയുവാണെങ്കിൽ അവർ ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് നമ്മൾ പഠിക്കുന്നത്. ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ക്ലാസ് ഓഫ് AI ജനറേറ്റഡ് മോഡൽസ് ആണ്. അതായത് ഇവർക്ക് ഹ്യൂമൻ ലൈക്ക് ടെക്സ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ ജനറേറ്റ് ചെയ്യാനും ഉള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ മോഡൽസ് ഡീപ് ലേണിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പൊ മോസ്റ്റ് വെൽ നോൺ എക്സാമ്പിൾസ് ഓഫ് LLM എന്ന് പറയുന്നത് ഓപ്പൺ AIയും GPT ആണ്. GPT മീൻസ് ജനറേറ്റീവ് പ്രിട്രെയിൻ ട്രാൻസ്ഫോമർ. ഇത് രണ്ടും ലാർജ് ലാംഗ്വേജ് മോഡൽസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ലാർജ് ആക്ഷൻ മോഡൽസ്. ലാർജ് ആക്ഷൻ മോഡൽ എന്ന് പറയുന്നത് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിൽ തന്നെ സ്പാനിങ് ഔട്ട് ആയതാണ്. അപ്പൊ ഇതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും കമ്പ്യൂട്ടേഴ്സിനെയും ഒക്കെ നമ്മുടെ ഹ്യൂമൻ ആക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് തന്നെയാണ്. LLMs എന്ന് പറയുന്നത് അവർക്ക് ടെക്സ്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അതനുസരിച്ച് ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസ് ബിൽ 2023. ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് പോസ്റ്റ് ഓഫീസ് ബിൽ 2023 അസറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസ് ആക്ട് 1898നെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റ് ICJ. ഇപ്പൊ ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇത് ഹ്യൂമൻ റൈറ്റിനെ റൂൾ ഓഫ് ലോനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിൽ 60 എമിനന്റ് ജൂറിസ്റ്റുകളാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. വേൾഡിലെ പല ഭാഗത്തു നിന്നുള്ള മെമ്പേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ICJക്ക് ഒരു ഇന്റർനാഷണൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്, ജനീവയിലാണത്. ഒരു സ്മോളർ റീജിയണൽ ഓഫീസേഴ്സ് സൗത്ത് ആഫ്രിക്കയിലും തായ്ലൻഡ്, നേപ്പാൾ, സെൻട്രൽ അമേരിക്ക ഈ സ്ഥലങ്ങളിലൊക്കെ റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റ് എന്ന് പറയുന്നത് എറാസ്മസ് പ്രൈസ് 1989 കിട്ടി. അതുപോലെ UN-ന്റെ ഹ്യൂമൻ റൈറ്റ് അവാർഡ് 1993 കിട്ടി. നെക്സ്റ്റ് ജമ്മു CSIR ലാബ് ഫൈൻസ് കനാബിസ് കോമ്പൗണ്ട് ദാറ്റ് ഹാസ് ആന്റിബയോട്ടിക് ഇഫക്ട്. ഇപ്പോൾ കനാബിസ് എന്ന് പറയുന്നത് കഞ്ചാചെടിയാണ്. അതിനകത്ത് നിന്ന് ആന്റിബയോട്ടിക് ഇഫക്ട്സ് ഉള്ള കോമ്പൗണ്ട് ജമ്മു CSIR ലാബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ CSIR IIM ജമ്മു റിസർച്ചേഴ്സ് ടെട്രാ ഹൈഡ്രോ കനാബിഡിയോൾ THCBD എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കണ്ടുപിടിച്ചു. ഇതിന് ആന്റിബയോട്ടിക് ഇഫക്റ്റ് ഉണ്ട്. അതായത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയക്കെതിരെയുള്ള ആന്റിബയോട്ടിക് ഇഫക്റ്റ്. അപ്പൊ ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ള കാരണം ആൾക്കാരുടെ ഡെത്തിന് കാരണമാകുന്ന സെക്കൻഡ് മോസ്റ്റ് ഡെത്തിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ അതിന് എതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ്. നെക്സ്റ്റ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഐസ്ബർഗ് ബാറ്റേർഡ് ബൈ വേവ്സ് ആസ് ഇറ്റ് ഹെഡ്സ് നോർത്ത്. അപ്പൊ വേൾഡിലെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഐസ്ബർഗിന്റെ പേര് A23A എന്നാണ്. അത് ഗ്രേറ്റ് ലണ്ടന്റെ ഒരു ട്വൈസ് സൈസ് വരുന്നതാണ് ആ ഒരു ഐസ്ബർഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോർത്ത് വേൾഡിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത് അന്റാർട്ടിക് ഓഷ്യൻ ഫ്ലോറിലാണ്. ഇത് നോർത്ത് വേൾഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിലേക്ക് തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് അത് ന്യൂസിൽ വരുന്നത്. നെക്സ്റ്റ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അപ്പൊ പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഇനി നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1 crore ഹൗസസിനകത്ത് റൂഫ് ടോപ്പിൽ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് സാധാരണ ജനങ്ങളുടെ മിഡിൽ ക്ലാസ് ജനങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇന്ത്യയിലെ എനർജിയുടെ ഫീൽഡിൽ സെൽഫ് റിലയന്റ് ആക്കാൻ കൂടെ സഹായിക്കും. നെക്സ്റ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ ഇത് UN-ന്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ഇന്റർനാഷണൽ പബ്ലിക് ഹെൽത്ത് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡ്. 6 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്, 150 ഫീൽഡ് ഓഫീസേഴ്സ് വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. ഒഫീഷ്യൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട് ആണ്. ഇത് വേൾഡ് വൈഡ് ഹെൽത്ത് ടോപ്പിക്സിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ഫോർമേഷൻ 7th April 1948 ആണ്, 75 years ago. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.